नमस्ते प्रियमित्राणि वयं नूतनम् एककं प्रति गच्छामः। चतुर्थम् एककम्। एककस्य नाम सर्गात्मिका कला। कला सर्वदा जीवितानुगामिनी भवति। मनुजस्य सर्गवैभवं प्रकाशयितुं कला अत्यन्तं सहायिका भवति। अस्मिन् एकके चलचित्रं श्रुतिसुखदम् इति द्वौ പാഠौ स्तः। കല സർവദാ, കലകൾ എല്ലായ്പ്പോഴും ജീവിതാനുഗാമിനി, നമ്മുടെ ജീവിതത്തെ പിന്തുടരുന്നവയാണ്. മനുജസ്യ സർഗവൈഭവം, മനുഷ്യരുടെ സർഗവൈഭവങ്ങളെ, കലാവാസനകളെ, വിവിധ അഭിരുചികളെ പ്രകാശയിതും കല അത്യന്തം സഹായിക ഭവതി. കല വളരെയധികം സഹായിക്കുന്നു. നമുക്ക് ശാരീരികവും മാനസികവുമായ ഉല്ലാസവും അതോടൊപ്പം നമ്മുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാനും അതിനെ പുറത്തെടുക്കുവാനുള്ള ഒരു അവസരമാണ് കലയിലൂടെ നമുക്ക് സാധ്യമാവുന്നത്. അസ്മിൻ ഏകകേ ചലച്ചിത്രം ശ്രുതി സുഖദം ഇതി ദൗ പാഠോ സ്തഃ. ഈ ഏകകത്തിൽ 2 പാഠങ്ങളാണുള്ളത്. ചലച്ചിത്രം എന്നും ശ്രുതി സുഖദം എന്നും, ഇങ്ങനെ 2 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പുതിയ പാഠത്തിലേക്ക് പോകാം. നവമഃ പാഠഃ ചലച്ചിത്രം. പാഠസ്യ നാമ ചലച്ചിത്രം. ചലച്ചിത്രം സിനിമ. 1948 അവിടെ നമ്മൾ പഠിച്ച സംഖ്യകളെ കാണാം അല്ലേ? 1, 1, 9, 4, 8. അപ്പോൾ 1948 ജനുവരി മാസസ്യ 30തമ ദിനസ്യ, 30തമം 30 30 30തമം 30ാമത്തെ ദിവസത്തിന്റെ, ദിനസ്യ ദിവസത്തിന്റെ പ്രാധാന്യം ജാനന്തി വാ? പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ജാനന്തി വാ, അറിയുമോ? തസ്മിന്നേവാഹനി മഹാത്മാഗാന്ധി ഹതഃ. തസ്മിന്നേവാഹനി, തസ്മിൻ ഏവ അഹനി, തസ്മിൻ ഏവ അഹനി, തസ്മിന്നേവാഹനി മഹാത്മാഗാന്ധി ഹതഃ. ആ ദിവസത്തിൽ തന്നെയാണ്. തസ്മിൻ ഏവ അഹനി, അഹനി പറഞ്ഞ പകലിൽ, ദിവസത്തിൽ എന്നൊക്കെ അർത്ഥം. അഹഹ ദിവസഹ എന്നർത്ഥം. ആ ദിവസത്തിൽ തന്നെയാണ് മഹാത്മാഗാന്ധി ഹതഃ, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്. 1948 ജനുവരി 30. തസ്യ ആശയാഹ, തസ്യ ഗാന്ധിനഃ, മഹാത്മാഗാന്ധിനഃ ആശയാഹ, ആശയങ്ങള് അദ്യാപി, ഇന്നും ആവിശ്വം ജനാൻ പ്രചോദയന്തി. തസ്യ മഹാശയസ്യ, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇന്നും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവയാണ്. അഹിംസ പരമോധർമ്മഃ ഇതി മഹിതം തത്വം ഉദ്ബോധയൻ സഹ സർവേഷാം മാനവാനാം ഗുരുഃ അജായത. അഹിംസ പരമോധർമ്മഃ ഇതി മഹിതം തത്വം, അഹിംസയാണ് പരമമായ ധർമ്മം എന്ന മഹിതം തത്വം, വലിയൊരു തത്വത്തെ ഉദ്ബോധയൻ, ബോധിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉത്ബോധിപ്പിച്ചിരുന്ന, മനസ്സിലാക്കിച്ചിരുന്ന സഹ അദ്ദേഹം, മഹാത്മാ, സർവേഷാം മാനവാനാം, സർവേഷാം മാനവാനാം ഗുരുഃ, എല്ലാ മാനവരുടെയും മാനവ ഗുരു ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അങ്ങനെ ആയിത്തീർന്നു. അജായത. മഹാത്മാനം ഏനമധികൃത്യ കൃതം ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വാ? മഹാത്മാനം ഏനം അധികൃത്യ, ഏനം അധികം അധികൃത്യ, ഏനം അധികൃത്യ കൃതം ചലച്ചിത്രം, ചെയ്തിട്ടുള്ളതായ സിനിമ, ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭവതാ ദൃഷ്ടാനി ചലച്ചിത്രാണി, നിങ്ങൾ കണ്ടിട്ടുള്ളതായ സിനിമകൾ, ഭവതഃ പ്രിയതമാൻ ചലച്ചിത്ര പ്രതിഭാധനാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതായ, നിങ്ങളുടെ പ്രിയതമങ്ങളായ ചലച്ചിത്ര പ്രതിഭാധനാൻ, ചലച്ചിത്ര പ്രതിഭകള്, നടന്മാര്, സംവിധായകര്, നടികള്,
ഹാസ്യ നടന്മാര്, ജനപ്രിയ നടന്മാര്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ചലച്ചിത്ര പ്രതിഭകളെ അധികൃത്യ അവരെ കുറിച്ച് ചർച്ചാം കുറുവന്തു ചർച്ച ചെയ്യൂ. സ്വാഭിപ്രായാൻ വദന്തു സ്വന്തം അഭിപ്രായങ്ങളെ പറയൂ. അപ്പോൾ ഈ ഏകകത്തിൽ ഈ പാഠത്തില് നമ്മൾ സിനിമയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുക. സിനിമയെ കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടന്മാരെ കുറിച്ച്, നടികളെ കുറിച്ചൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുക. അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. സിനിമകളെ കുറിച്ചും സിനിമയുടെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. ഇനി പറയുന്നു, മാനവ ചരിത്രസ്യ ജീവിതാവസ്ഥാനാം ച വിസ്മയതമം ആവിഷ്കാരം ഏവ ചലച്ചിത്രം. മാനവ ചരിത്രസ്യ, മാനവഃ മനുഷ്യഃ, മനുഷ്യ ചരിത്രത്തിന്റെ, മനുഷ്യരുടെ ചരിത്രത്തിന്റെ ജീവിത അവസ്ഥാനം, ജീവിത അവസ്ഥകളുടെ, ജീവിതത്തിൽ അനുഭവിക്കുന്ന അധിക സിനിമകളും ഓരോ ജീവിത കഥകളാണ് അല്ലെ, കഥകളാണ്. കഥകൾ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൊക്കെ കഥകൾ ഉണ്ടാവുക. അപ്പൊ മനുഷ്യരുടെ ചരിത്രവും അവരുടെ ജീവിത ചര്യകളും അല്ലെങ്കിൽ ജീവിത അവസ്ഥകളും ഒക്കെയാണ് അതിന്റെ വിസ്മയകരമായ, അത്ഭുതമാണ് സിനിമ എന്നും എപ്പോഴും അല്ലെ. അപ്പൊ അതിന്റെ വിസ്മയകരമായ, നമ്മൾ ഒരു നൃത്തം പോലെയോ അല്ലെങ്കിൽ ഒരു നാടകം പോലെയോ അല്ല സിനിമ, അതിലേറെ നമുക്ക് ആസ്വാദ്യകരമാണ്. കാരണം അതിന്റെ ദൃശ്യവും ശ്രവ്യവുമായ രണ്ട് മാധ്യമങ്ങളിലൂടെയാണ് ആ സിനിമ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് സിനിമയെ കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു വിസ്മയതമം ആവിഷ്കാരമേവ ചലച്ചിത്രം. വിസ്മയകരമായ, ഏറ്റവും വിസ്മയകരമായ ഒരു ആവിഷ്കാരമാണ് ചലച്ചിത്രം. മറ്റു കലകളൊക്കെ ഉണ്ടെങ്കിലും, ആസ്വദിക്കാറുണ്ടെങ്കിലും, നമുക്ക് സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ നിർവൃതി ഏതിൽ കിട്ടില്ല, മറ്റു കലകൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല. കലകളിൽ വെച്ച് ഏറ്റവും ആസ്വാദ്യകരവും ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ, ഏറ്റവും വേഗം ഇറങ്ങിച്ചെല്ലുന്നതുമായ കലാരൂപമാണ് ചലച്ചിത്രം. ആധുനിക കാലേ ഇയം കല മഹത്തമ ജനപ്രിയാച്ച ഭവതി. ആധുനിക കാലത്തിൽ, ഈ പുതിയ കാലഘട്ടത്തില് അതുകൊണ്ട് തന്നെയാണ് ഈ കല, ഈ ദൃശ്യശ്രവ്യ കല മഹത്തമാ ഭവതി ജനപ്രിയാച്ച ഭവതി, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വളരെ മഹത്തരവുമായി മാറുന്നത് അതുകൊണ്ടാണ്. പ്രഥമം ഭാരതീയം ചലച്ചിത്രം ആലം ആരാ ഭവതി. ആദ്യമായിട്ട് ഭാരതത്തില് നിർമ്മിച്ച ചലച്ചിത്രം എന്ന് പറയുന്നത് ആലം ആര എന്ന സിനിമയാണ്. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ, ഭാരതീയ ചലച്ചിത്രത്തിന്റെ, ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി. ദാദാ സാഹേബ് ഫാൽക്കെ. അപ്പൊ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആലമാരായാണ്. ആദ്യത്തെ എന്താണ്, സിനിമയുടെ ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹേബ് ഫാൽക്കെയാണ്. ഈ ചലച്ചിത്രത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം നൽകുന്നതും ഈ ഇദ്ദേഹത്തിന്റെ പേരിലാണ്, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. അതുപോലെ കൈരളി ഭാഷായാം പ്രഥമ ചലച്ചിത്രം ഭവതി വിഗതകുമാരൻ. കൈരളി ഭാഷായാം, കൈരളി ഇത്യുക്തെ മലയാളം, കൈരളി ഭാഷ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിലെ പ്രഥമ ചലച്ചിത്രം, ആദ്യത്തെ ചലച്ചിത്രം ഭവതി ആകുന്നു വിഗതകുമാരൻ. വിഗതകുമാരനാണ് മലയാളത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ നിർമ്മിച്ച ചിത്രം. അസ്യ ചലച്ചിത്രസ്യ, ഈ ചലച്ചിത്രത്തിന്റെ നിദേശകഃ ജെ.സി. ദാനിയേൽ മഹോദയഃ കൈരളി ചലച്ചിത്രസ്യ പിതാ ഇതി പ്രസിദ്ധഃ. അസ്യ ചലച്ചിത്രസ്യ, അസ്യ വിഗതകുമാരൻ ഇതി ഇത്യസ്യ, ഈ ആ ചലച്ചിത്രത്തിന്റെ നിദേശകഃ, നിദേശകഃ എന്ന സംവിധായകൻ ജെ.സി. ദാനിയേൽ മഹോദയഃ ഭവതി. അതുകൊണ്ട് തന്നെ ആദ്യമായി മലയാളത്തിൽ ഒരു ചലച്ചിത്രം നിർമ്മിച്ചു സംവിധാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ അയം മഹോദയഃ കൈരളി ചലച്ചിത്രസ്യ പിതാ ഇതി പ്രസിദ്ധഃ. കൈരളി ചലച്ചിത്രത്തിന്റെ, മലയാള ചലച്ചിത്രസ്യ പിതാ ഇതി പ്രസിദ്ധഃ. കൈരളി ഇത്യുക്തെ മലയാളം. സംസ്കൃത ഭാഷായാമപി പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി. നമ്മൾ ആലമാര അല്ലെങ്കിൽ ഹിന്ദി ചലച്ചിത്രങ്ങള്, അതുപോലെ മലയാള ചലച്ചിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഈ നമ്മുടെ ഇന്ത്യയിലുള്ള ഭാഷകൾ നമ്മളിപ്പോ സംസാരിക്കുന്ന ഭാഷകളിൽ കൂടാതെ
സംസ്കൃതത്തിലും, നമ്മുടെ ഇന്ത്യയുടെ പ്രാചീന ഭാഷയായ സംസ്കൃതത്തിലും പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി. സംസ്കൃത ഭാഷായാം അപി പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി. വളരെ പ്രസിദ്ധങ്ങളായ, ലോകശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയ ഒരുപാട് ചലച്ചിത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പ്രഥമം സംസ്കൃത ഭാഷയാ കൃതം ചലച്ചിത്രം ആദിശങ്കരാചാര്യ ഭവതി. പ്രഥമം, ആദ്യമായിട്ട്, സംസ്കൃത ഭാഷയാ കൃതം ചലച്ചിത്രം, സംസ്കൃത ഭാഷയിലൂടെ ചെയ്യപ്പെട്ട ചലച്ചിത്രം, സിനിമ, ആദിശങ്കരാചാര്യ ഇതി നാമ്ന. ആദിശങ്കരാചാര്യൻ എന്ന പേരിലാണ് ആദ്യത്തെ ചലച്ചിത്രം പുറത്തിറങ്ങുന്നത്. ചലച്ചിത്രസ്യ അസ്യ നിദേശകഃ ഭവതി ജി.വി. അയ്യർ മഹോദയ. ചലച്ചിത്രസ്യ അസ്യ, ഈ ചലച്ചിത്രത്തിന്റെ, ഈ സിനിമയുടെ നിദേശകഃ, സംവിധായകനാണ് ജി.വി. അയ്യർ മഹോദയ. ജി.വി. അയ്യരാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അസ്യ ചലച്ചിത്രസ്യ ഇതിവൃത്തം, അസ്യ ആദിശങ്കരാചാര്യ ഇതി ചലച്ചിത്രസ്യ ഇതിവൃത്തം, ഇതിവൃത്തം അതിന്റെ കഥ, തന്തു, അതിന്റെ കഥ, മൂലകഥ എന്ന് പറയുന്നത് ശങ്കരാചാര്യസ്യ ജീവനചരിതം ഭവതി. ശങ്കരാചാര്യരുടെ, നമ്മുടെ ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജീവിത ചരിത്രമാണ്. ഭഗവത്ഗീത, പ്രിയമാനസം, ഇഷ്ടിഹി, മധുരസ്മിതം, തയാ പ്രതികൃതി ഇത്യാദീനി അനേകാനി സംസ്കൃത ചലച്ചിത്രാണി സന്തി. നമ്മുടെ ആദിശങ്കരാചാര്യർ കൂടാതെ സംസ്കൃതത്തില്, നമ്മുടെ സംസ്കൃത ഭാഷയില് ഒരുപാട് സംസ്കൃത ചലച്ചിത്രങ്ങളും ഹ്രസ്വ ചലച്ചിത്രങ്ങളും ഷോർട്ട് ഫിലിംസും, അല്ലെ, ഫിലിംസും ഷോർട്ട് ഫിലിംസും നമുക്ക് ഇഷ്ടം പോലെ ഇന്ന് ലഭ്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചിലവയുടെ പേരുകൾ, അല്ലെങ്കിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ചില സിനിമകളുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞത്. ഭഗവത്ഗീത, ജി.വി. അയ്യർ തന്നെ സംവിധാനം ചെയ്ത രണ്ടാമത്തെ സംസ്കൃത ചലച്ചിത്രമായിരുന്നു ഭഗവത്ഗീത. പ്രിയമാനസം, ഇഷ്ടി, മധുരസ്മിതം, തയാ പ്രതികൃതി ഇത്യാദീനി. കൂടുതലും മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് സംസ്കൃത ചലച്ചിത്ര രംഗത്ത് ഇന്ന് ശോഭിച്ചു നിൽക്കുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു വിഷയം. ഇങ്ങനെ അനേകാനി ചലച്ചിത്രാണി, സംസ്കൃത ചലച്ചിത്രാണി സന്ധി. ഒരുപാട് സംസ്കൃത ചലച്ചിത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതുപോലെയുള്ള ചാനലുകൾ വഴി നമുക്കിന്ന് ഈ സംസ്കൃത ചലച്ചിത്രങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി പാഠം വായിക്കാം. നവമഃ പാഠഃ ചലച്ചിത്രം. 8,48,900 ജനുവരി മാസസ്യ 30 ദിനസ്യ പ്രാധാന്യം ജാനന്തി വാ? തസ്മിന്നേവ അഹനി മഹാത്മാഗാന്ധി ഹതഃ. തസ്യ ആശയാഃ അദ്യാപി ആവിശ്വം ജനാൻ പ്രചോദയന്തി. അഹിംസാ പരമോ ധർമ്മഃ ഇതി മഹിതം തത്വം ഉദ്ബോധയൻ സഹ സർവേഷാം മാനവാനാം ഗുരുഃ അജായത. മഹാത്മാനം ഏനമധികൃത്യ കൃതം ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വാ? ഭവതാ ദൃഷ്ടാനി ചലച്ചിത്രാണി ഭവതഃ പ്രിയതമാൻ ചലച്ചിത്ര പ്രതിപാദനാൻ ച അധികൃത്യ ചർച്ചാം കുർവന്തു സ്വാഭിപ്രായാൻ വദന്തു. മാനവ ചരിത്രസ്യ ജീവിതാവസ്ഥാനാം ച വിസ്മയതമം ആവിഷ്കാരം ഏവ ചലച്ചിത്രം. ആധുനിക കാലേ ഇയം കലാ മഹത്തമാ ജനപ്രിയാ ച ഭവതി. പ്രഥമം ഭാരതീയം ചലച്ചിത്രം ആലം ആരാ ഭവതി. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി. കൈരളീ ഭാഷായാം പ്രഥമ ചലച്ചിത്രം ഭവതി വിഗതകുമാരൻ. അസ്യ ചലച്ചിത്രസ്യ നിദേശകഃ ജെ.സി. ഡാനിയൽ മഹോദയഃ കൈരളീ ചലച്ചിത്രസ്യ പിതാ ഇതി പ്രസിദ്ധഃ. സംസ്കൃത ഭാഷായാമപി പ്രസിദ്ധാനി ബഹൂനി ചലച്ചിത്രാണി സന്തി. പ്രഥമം സംസ്കൃത ഭാഷയാ കൃതം ചലച്ചിത്രം ആദിശങ്കരാചാര്യഃ ഭവതി. ചലച്ചിത്രസ്യ അസ്യ നിദേശകഃ ഭവതി ജി.വി. അയ്യർ മഹോദയഃ. അസ്യ ചലച്ചിത്രസ്യ ഇതിവൃത്തം ശങ്കരാചാര്യസ്യ ജീവനചരിതം ഭവതി. ഭഗവത്ഗീത,
പ്രിയമാനസം, ഇഷ്ടി, മധുരസ്മിതം, തയാ പ്രതികൃതി ഇത്യാദീനി അനേകാനി സംസ്കൃത ചലച്ചിത്രാണി സന്തി. അപ്പൊ ഈ പാഠത്തില് സംസ്കൃത ചലച്ചിത്രങ്ങളുടെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സംസ്കൃത ചലച്ചിത്രങ്ങൾ ഉണ്ടായത്, ഏതൊക്കെയാണ് സംസ്കൃത ചലച്ചിത്രങ്ങൾ എന്നൊക്കെയുള്ള ഒരു പരിചയപ്പെടുത്തലാണ് നടന്നത്. പദച്ഛേദ പ്രാചീന കാലാദാരഭ്യ, പ്രാചീന കാലാത്ത് ആരഭ്യ. ഇവിടെ ഒരു പദച്ഛേദം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാഠത്തിൽ പദച്ഛേദങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ നോട്ട് ബുക്കുകളിലേക്ക് എഴുതുക. ആവശ്യമെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടുക. ഇനി വിഗ്രഹ ജനപ്രിയ, ജനാനാം പ്രിയ, ആധുനിക കാലസ്യ, അധുനാഭവ ആധുനിക. അപ്പൊ ആധുനിക എന്ന് മാത്രമാണ് വിഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധുനാഭവ ആധുനിക, ആധുനിക ച അസൗ കാലഃ ച ആധുനിക കാലഃ തസ്യ. അങ്ങനെയാണ് ആധുനിക കാലസ്യ എന്നുള്ളതിന്റെ വിഗ്രഹം വരുന്നത്. ഭാരതീയ ചലച്ചിത്രം, ഭാരതേ ഭവം ഭാരതീയം. ഭാരതീയം എന്നതിന്റെ ഭാരതേ ഭവം, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഭാരതീയം ച തത് ചലച്ചിത്രം, ഭാരതീയ ചലച്ചിത്രം. ഇനി ദിനദർശികാം ദൃഷ്ട്വാ വാസരാണാം നാമാനി വദതു ലിഖതു ച. ദിനദർശിക കലണ്ടർ നോക്കിയിട്ട് വാസരാണാം, എന്താ വാസരാഹ പറഞ്ഞാല് ആഴ്ചകൾ, ആഴ്ചകളുടെ പേരുകൾ പറയുകയും എഴുതുകയും ചെയ്യുക. അപ്പോൾ വാസരങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. രവിവാസരഃ, സോമവാസരഃ, മംഗളവാസരഃ അഥവാ കുജവാസരഃ, ബുധവാസരഃ, ഗുരുവാസരഃ, ശുക്രവാസരഃ, ശനിവാസരഃ. രവിവാസരഃ ഞായർ, സോമവാസരഃ തിങ്കൾ, മംഗളവാസരഃ അഥവാ കുജവാസരഃ ചൊവ്വ, ബുധവാസരഃ ബുധൻ, ഗുരുവാസരഃ വ്യാഴം, ശുക്രവാസരഃ വെള്ളി, ശനിവാസരഃ ശനി. ഇത്രയുമാണ് ആഴ്ചയുടെ പേരുകൾ. ഇത് പഠിക്കുക, കാണാതെ പറയാൻ പഠിക്കുക. ഇനി പഠന പ്രവർത്തനത്തിലേക്ക് പോവാം. ഭാരതീയ സംസ്കൃത ചലച്ചിത്രാണി അധികൃത്യ ചർച്ചാം കരോതു വിലിഖ്യ അവതാരയതു ച. ഭാരതീയ സംസ്കൃത ചലച്ചിത്രാണാം, ഭാരതീയ സംസ്കൃത ചലച്ചിത്രാണി, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള സംസ്കൃത ചലച്ചിത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക, അവയെക്കുറിച്ച് എഴുതുക. എന്ന് പറഞ്ഞാൽ അവയുടെ പേരുകൾ മനസ്സിലാക്കുക, ആ സംവിധായകരെ കുറിച്ച് മനസ്സിലാക്കുക, ഏത് വർഷമാണത് ഇറങ്ങിയിട്ടുള്ളത് എന്നറിയുക. അതുപോലെ വേണമെങ്കിൽ അതിലെ നടീനടന്മാരെ കുറിച്ച് ചെറുതായി മനസ്സിലാക്കുക. കൂടാതെ അതിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് വിവിധ പരീക്ഷകൾ, മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കൃത സിനിമയെ പറ്റി, ഇപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള സിനിമകൾ തന്നെ എടുത്താൽ മതി. അങ്ങനെയുള്ള സംസ്കൃത സിനിമകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുക, അത് ചർച്ച ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. അടുത്തത് ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു. ഉദാഹരണത്തിന് മാനവഃ, മനുഷ്യഃ, കൈരളി, മലയാളം ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ പാഠത്തിൽ പുതിയ പദങ്ങൾ ഉള്ളത് എന്ന് നോക്കുക. നിങ്ങളുടെ ശബ്ദകോശം ഡിക്ഷണറി നോക്കുക, എഴുതി പഠിക്കുക. സൂചന അനുസാരം ചലച്ചിത്ര സംബന്ധിനഃ പ്രശ്നാൻ നിർമ്മിയ ഉത്തരാണി വിലിഖ്യ അവതാരയതു. ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതാണ്. സൂചന അനുസരിച്ച് ചലച്ചിത്ര സംബന്ധിനഃ, ചലച്ചിത്ര സംബന്ധികളായിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരങ്ങൾ എഴുതുക. ഉദാഹരണം ഇതാണ്. സൂചന എന്ന് പറഞ്ഞ ഉദാഹരണമാണ്. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ കഃ. ഭാരതീയ ചലച്ചിത്രസ്യ പിതാ കഃ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ഉത്തരം ദാദാ സാഹേബ് ഫാൽക്കെ. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, പ്രഥമം കൈരളി ചലച്ചിത്രം കിം? പ്രഥമം, ഒന്നാമത്തെ കൈരളി ചലച്ചിത്രം, മലയാള സിനിമ ഏതാണ്? ഉത്തരം വിഗത കുമാരൻ. ഇതുപോലെ കൈരളി ചലച്ചിത്രസ്യ പിതാ കഃ എന്ന് ചോദിക്കാം. മലയാള ഭാഷാ ചലച്ചിത്രസ്യ പിതാ കഃ ചോദിക്കാം. അതുപോലെ പ്രഥമം സംസ്കൃത ചലച്ചിത്രം കിം? പ്രഥമ സംസ്കൃത ചലച്ചിത്രസ്യ നിദേശകഃ കഃ? ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമ്മളുടെ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ കിട്ടും.
പിന്നെ നിങ്ങളുടെ ചലച്ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് പറ്റാവുന്നത്രയും സംസ്കൃത ചലച്ചിത്രങ്ങളെയും ചലച്ചിത്രത്തെയും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക, നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി. അടുത്ത പ്രവർത്തനം, ഹ്രസ്വ ചലച്ചിത്രം നിർമ്മാതു അവതാരയതു. ഹ്രസ്വ ചലച്ചിത്രം, ഷോർട്ട് ഫിലിംസ്. നമുക്കിന്ന് ഒരുപാട് ഷോർട്ട് ഫിലിംസിനെ പറ്റിയും റീൽസിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. എല്ലാവരും അതൊക്കെ ചെയ്യുന്നവരും കാണുന്നവരും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണുകൾ ഉപയോഗിച്ചോ അധ്യാപകരുടെ സഹായത്തോടു കൂടി നല്ലൊരു തിരക്കഥയൊക്കെ തയ്യാറാക്കി ഒരു ചെറിയ ഹ്രസ്വ ചലച്ചിത്രം നിങ്ങൾ നിർമ്മിക്കുക, അവതരിപ്പിക്കുക. ഇനി സംസ്കൃതത്തിലുള്ള നല്ല ഷോർട്ട് ഫിലിംസ് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ തന്നെ രുദ്ര ക്രിയേഷൻസ് എന്ന ചാനലിൽ അത്തരം ഷോർട്ട് ഫിലിംസ് ലഭ്യമാണ്. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ നൽകുന്നതായിരിക്കും. അടുത്ത പ്രവർത്തനം, ഒരു കലണ്ടർ അവിടെ തന്നിട്ടുണ്ട്. 2024 ഫെബ്രുവരി മാസത്തെ കലണ്ടറാണ് അവിടെ തന്നിട്ടുള്ളത്. അതിൽ ആഴ്ചകളുടെ പേരുകളും തന്നിട്ടുണ്ട്. ഇതിൽ നേരത്തെ തന്നെ ആഴ്ചകളുടെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ കലണ്ടർ ഒന്ന് മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾ ഇനി വരാൻ പോകുന്ന വർഷത്തെ കലണ്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി സംസ്കൃതത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇനി അധികതാഹ അംശാഹ സംസ്കൃത ചലച്ചിത്രാണി അധികൃത്യ ചർച്ചാമകരോത് വിലിഖ്യ അവതാരയത്. സംസ്കൃത ചലച്ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്തു, അത് നമ്മൾ എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം അലിഖത്. ഡിക്ഷണറി നോക്കി പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. പ്രശ്നോത്തര നിർമ്മാണം അകരോത്, ക്വസ്റ്റ്യൻ ആൻസർ നിർമ്മിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ, ചലച്ചിത്ര സംബന്ധികളായ ഒരുപാട് ചോദ്യോത്തരങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഹ്രസ്വ ചലച്ചിത്രസ്യ നിർമ്മാണം അകരോത്, നമ്മുടെ അധ്യാപകരുടെ സഹായത്തോടെ നമ്മൾ നല്ല തിരക്കഥയൊക്കെ തയ്യാറാക്കി ഒരു ഹ്രസ്വ ചലച്ചിത്രം നിർമ്മിച്ചു. അസ് ധാതോഹോ ലങ് പ്രഥമ പുരുഷ രൂപാണി അവതത് വാസരാണാം നാമാനി അവതത്. ആഴ്ചകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. അസ് ധാതുവിന്റെ പരസ്മൈപതി ലങ് രൂപം താഴെ തന്നിട്ടുണ്ട്, വായിക്കാം അനുബന്ധത്തില്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം, പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ രൂപങ്ങളാണ്. അത് നമ്മൾ അസ് ധാതുവിന്റെ ലട്ട് ലകാര രൂപങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ലംഘലകാര രൂപമാണ് ഇവിടെ. ആസീത്, ആസ്ഥാം, ആസൻ, ആസീഹി, ആസ്ഥം, ആസ്ഥ, ആസം, ആസ്വ, ആസ്മ. ഒന്നുകൂടി, പ്രഥമപുരുഷ ഏകവചനം ആസീത്, ദ്വിവചനം ആസ്ഥാം, ബഹുവചനം ആസൻ, മധ്യമപുരുഷ ഏകവചനം ആസീഹി, ദ്വിവചനം ആസ്ഥാം, ബഹുവചനം ആസ്ഥ, ഉത്തമ പുരുഷ ഏകവചനം ആസം, ദ്വിവചനം ആസ്വ, ബഹുവചനം ആസ്മ. അടുത്തത്, ദകാരാന്തഃ ത്രിഷു ലിംഗേഷു സമാനഃ അസ്മത് ശബ്ദഃ. അസ്മത് എന്ന ശബ്ദത്തിന്റെ രൂപം, അതായത് അസ്മത് എന്നത് സർവനാമത്തെ കുറിക്കുന്നതാണ്. അപ്പൊ ഇതിന് ലിംഗഭേദം ഇല്ല. അഹം, ഞാൻ എന്ന അർത്ഥം വരുന്ന പദമാണ്. അപ്പൊ ഞാൻ എന്നതിന് പുല്ലിംഗത്തിലായാലും ഞാനാണ്, നപുംസകലിംഗത്തിലായാലും സ്ത്രീലിംഗത്തിലായാലും ഒക്കെ നമ്മൾ ഞാൻ എന്ന് തന്നെയാണ് പറയാ. അപ്പോൾ ഞാൻ എന്ന അർത്ഥം കിട്ടുന്ന, അതിൻ്റെ മറ്റർത്ഥങ്ങൾ കിട്ടുന്ന വാക്കുകൾ ദകാരാന്തത്തിൽ അവസാനിക്കുന്ന അസ്മത് എന്ന ശബ്ദത്തിന്റെ രൂപങ്ങളാണ്. 7 വിഭക്തിയിലുള്ള രൂപങ്ങൾ. പ്രഥമ വിഭക്തി ഏകവചനം അഹം, ദ്വിവചനം ആവാം, ബഹുവചനം വയം. ദ്വിതീയ വിഭക്തി ഏകവചനം മാം, മാ, ദ്വിവചനം ആവാം, നൗ, ബഹുവചനം അസ്മാൻ, നഹ. തൃതീയ വിഭക്തി ഏകവചനം മയാ, ദ്വിവചനം ആവാഭ്യാം, ബഹുവചനം അസ്മാഭി. ചതുർത്ഥി വിഭക്തി ഏകവചനം മഹ്യം അഥവാ മേ, ദ്വിവചനം ആവാഭ്യാം അഥവാ നൗ, ബഹുവചനം അസ്മഭ്യം അഥവാ നഹ. പഞ്ചമി വിഭക്തി ഏകവചനം മത്, ദ്വിവചനം ആവാഭ്യാം, ബഹുവചനം അസ്മത്. ഷഷ്ടി വിഭക്തി ഏകവചനം മമ അഥവാ മേ, ദ്വിവചനം ആവയോഹോ അഥവാ നൗ, ബഹുവചനം അസ്മാകം അഥവാ നഹ. സപ്തമി വിഭക്തി ഏകവചനം മയി, ദ്വിവചനം ആവയോഹോ, ബഹുവചനം അസ്മാസു. ഇത് അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കുക.
അമരകോശ, പിത എന്ന ശബ്ദത്തിന്റെ അമരകോശത്തിലെ വാക്കുകളാണ്. താതസ്തു ജനകഃ പിത, താതഃ തു ജനകഃ പിത, താതഃ ജനകഃ പിത, ഈ 3 പദങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അടുത്തത് ശബ്ദകോശ എന്ന് കാണാം. പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി പറയുന്നത് സംസ്കൃത ചലച്ചിത്രാണി പശ്യതു തേഷാം ചലച്ചിത്രാണാം വൈശിഷ്ട്യം അധികൃത്യ ചർച്ചാം കരോതു. നമ്മുടെ ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് ഉള്ള പ്രവർത്തനം എന്ന് പറയുന്നത് സംസ്കൃത ചലച്ചിത്രങ്ങൾ കാണുക. നിങ്ങളുടെ അധ്യാപകരോട് ആവശ്യപ്പെടുക. ഒരുപാട് സംസ്കൃത ചലച്ചിത്രങ്ങൾ നമുക്ക് യൂട്യൂബിലും മറ്റും ലഭ്യമാണ്. അപ്പോൾ സംസ്കൃത ചലച്ചിത്രങ്ങൾ കണ്ടതിന് ശേഷം ചലച്ചിത്രാണാം വൈശിഷ്ട്യം അധികൃത്യ ചർച്ചാം കരോതു, ചലച്ചിത്രങ്ങളുടെ വൈശിഷ്ട്യത്തെക്കുറിച്ച്, വിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ അത് അവതരിപ്പിക്കുക. ഒരുപാട് സംസ്കൃത ചലച്ചിത്രങ്ങളുണ്ട്, അത് കാണുക. അപ്പോൾ സംസ്കൃത ചലച്ചിത്രങ്ങളും ഹ്രസ്വ ചലച്ചിത്രങ്ങളും ഒക്കെ ഇനിയും നിർമ്മിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം അവസാനിക്കുന്നു. ഇനി പുതിയൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്തേ, ധന്യവാദ, പുനർമിലാമ, വന്ദേ സംസ്കൃതമാതരം.